ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് ഈ മാസം 9-ന്. വോട്ടെണ്ണൽ മെയ് 4-ന്. സംസ്ഥാനത്ത് തിരക്കിട്ട പ്രചാരണവുമായി മുന്നണികൾ. കേന്ദ്രമന്ത്രിമാരും ബിജെപി നേതാക്കളുമായ അമിത്ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി, പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തുടങ്ങിയവർ പ്രചാരണത്തിൽ സജീവം. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 5 കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം ഊർജിതമാക്കിയതായും കേന്ദ്രം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമുസ് കടലെടുക്ക് തുറന്നില്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്ന് അമേരിക്ക. ഒരു കാരണവശാലും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് വേനൽ ചൂടിന് കാഠിന്യമേറി. പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമബംഗാളിലെ 1ാംഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയാകും. ഈ മാസം 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് അസമിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. രാവിലെ ബാർപേട്ടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഹോജയ്, ദിബ്രുഗഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ശ്രീ മോദി പങ്കെടുക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ മുന്നണികളും പ്രവർത്തകരും. കേന്ദ്രമന്ത്രിമാരും ബിജെപി മുതിർന്ന നേതാക്കളുമായ അമിത്ഷാ ഹരിപ്പാടും ശിവരാജ് സിംഗ് ചൌഹാൻ പാലക്കാടും പ്രചാരണത്തിലാണ്. NDAയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ മുൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ് ഇന്ന് വൈകിട്ട് കഴക്കൂട്ടത്ത് റോഡ് ഷോയിൽ പങ്കെടുക്കും. CPIM നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണത്തിലാണ്. അദ്ദേഹം ഇന്ന് LDF സർക്കാരിന്റെ 10ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം മറിയം ധാവ്ലെ തുടങ്ങിയവരും രംഗത്തുണ്ട്. UDF-നായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് കേരളത്തിലുണ്ട്. തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ ശ്രീ രാഹുൽ ഗാന്ധി സംസാരിക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും. മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. ദേശീയ നേതാക്കൾ പ്രചാരണത്തിനെത്തിയതോടെ ജില്ലയിലെ മത്സരരംഗം സജീവമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. 2021 നേടിയ പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ എന്നിവിടങ്ങളിൽ വിജയം ആവർത്തിക്കുന്നതോടൊപ്പം കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാണ് LDF ശ്രമിക്കുന്നത്. മുഴുവൻ സീറ്റുകളും ജയിച്ച് മലപ്പുറത്ത് സമ്പൂർണ്ണ ആധിപത്യമാണ് മുസ്ലിം ലീഗ് നയിക്കുന്ന UDF ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ കേന്ദ്രങ്ങളിൽ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് NDA ക്യാമ്പ്. പ്രിയങ്ക ഗാന്ധി MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ UDF-നായും മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ദേശീയ സെക്രട്ടറി M.A. ബേബി, ആനി രാജ, ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ LDF-നായും പ്രചാരണത്തിനെത്തിയതോടെ ജില്ലയിലെ മത്സരരംഗം സജീവമായി. NDAയ്ക്ക് വേണ്ടി BJP-യുടെയും BDJS-ന്റെയും സംസ്ഥാന നേതാക്കൾ ജില്ലയിൽ സജീവമാണ്. പ്രിയങ്ക ഗാന്ധി MP-യുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ഇരിട്ടി ടൌണിൽ ഉച്ചയ്ക്ക് 1:30 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇരിട്ടി ടൌൺ പരിസരം, MG കോളേജ് എന്നീ സ്ഥലങ്ങളുടെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ പറത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിവരെയാണ് നിരോധനം. തിരഞ്ഞെടുപ്പ് സുരക്ഷയോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിൻ രാജിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ കേന്ദ്ര സേനാംഗങ്ങളും തണ്ടർബോൾട്ട് അംഗങ്ങളും പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തം. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി P. അനിൽകുമാറിന്റെ പ്രചരണത്തിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി K. അനിൽകുമാർ ദിവാൻ കവലയിൽ നിന്ന് റോഡ് ഷോ നടത്തി. പുതുപ്പള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പ്രചാരണത്തിനായി മുഹമ്മദ് അസറുദ്ദീൻ, ടിക്കാറാം ജൂലി, KJ ജോർജ് എന്നീ നേതാക്കളെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ഇടുക്കിയിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി. ദുർഘടമായ ഭൂപ്രകൃതിയും യാത്രാക്ലേശവും വെല്ലുവിളിയാണെങ്കിലും പോളിംഗ് സാമഗ്രികൾ സുരക്ഷിതമായി എത്തിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കി. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകാൻ ആവേശത്തോടെ തയ്യാറെടുത്തിരിക്കുകയാണ് ഇടമലക്കുടിയിലെ ഗോത്ര സമൂഹം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടമലക്കുടിയിലെ 13 വാർഡുകളിലായി സജ്ജീകരിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഉദ്യോഗസ്ഥരെയും യന്ത്രങ്ങളെയും എത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
വനപാതകളിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുന്ന ബൂത്തുകളിലേക്ക് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം ലക്ഷ്യമിട്ട് ഗോത്രഭാഷയായ മുതുവാൻ ഭാഷയിൽ ഉൾപ്പെടെ വോട്ടർമാർക്കായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. കാട്ടാനശല്യം ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് വനംവകുപ്പിന്റെയും പോലീസിന്റെയും പ്രത്യേക സുരക്ഷാ വലയത്തിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. ഇന്റർനെറ്റ് ലഭ്യത കുറഞ്ഞ മേഖലയായതിനാൽ വാർത്താവിനിമയത്തിനായി വയർലെസ് സംവിധാനങ്ങളും റണ്ണർമാരെയും തെരഞ്ഞെടുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-നും തലേദിവസമായ ഏപ്രിൽ 8-നും നിയന്ത്രണം ബാധകമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന അധ്യായങ്ങളിലൊന്നായ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ 96-ാം വാർഷികം ഇന്ന്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രകൃതിദത്ത ഉപ്പ് ശേഖരിച്ച് ബ്രിട്ടീഷ് ഉപ്പ് നിയമം ലംഘിച്ചതിന്റെ സ്മരണയിലാണ് ഏപ്രിൽ 6-ന് ഉപ്പ് സത്യാഗ്രഹ വാർഷികം ആഘോഷിക്കുന്നത്. 1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധയാത്ര ഏപ്രിൽ 6-ന് ഗുജറാത്തിലെ ദണ്ഡിയിൽ അവസാനിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ 47ാമത് സ്ഥാപക ദിനത്തിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പാർട്ടി പ്രവർത്തകർക്ക് ആശംസകൾ നേർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെ ബിജെപി സംസ്ഥാന ഓഫീസിൽ പതാക ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വേനൽ ചൂടിന് കാഠിന്യമേറി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഉൾപ്പെടെ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മുതൽ 3 മണിവരെ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. വേനൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 10-ന് തുറക്കും. 15-ന് പുലർച്ചെ 4 മുതൽ 7 വരെ വിഷുക്കണി ദർശനമുണ്ടാകും. തീർത്ഥാടകർക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മേടം 1-നാണ് വിഷു ആഘോഷം എങ്കിലും ഇത്തവണ ഉദയത്തിനു ശേഷമാണ് സൂര്യൻ അടുത്ത രാശിയിലേക്ക് മാറുന്നതെന്നതിനാൽ മേടം 2-നാണ് വിഷുക്കണി ദർശനം. അന്ന് പുലർച്ചെ 4 മുതൽ 7 വരെ സന്നിധാനത്ത് വിഷുക്കണി ദർശനം ലഭിക്കും. കൂടാതെ തീർത്ഥാടകർക്ക് തന്ത്രിയും മേൽശാന്തിയും വിഷു കൈനീട്ടവും നൽകും. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് KSRTC കൂടുതൽ സർവീസ് പമ്പയ്ക്ക് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 5 കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം ഊർജിതമാക്കിയതായും സർക്കാർ അറിയിച്ചു. സാധുവായ തിരിച്ചറിയൽ രേഖകൾ കാണിച്ചാൽ LPG വിതരണ ഏജൻസികളിൽ നിന്ന് ചെറിയ സിലിണ്ടറുകൾ വാങ്ങാവുന്നതാണ്. LPG ബുക്കിംഗിനായി ഡിജിറ്റൽ രീതികൾ പ്രയോജനപ്പെടുത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. തടസ്സമില്ലാത്ത ഇന്ധന വിതരണം ഉറപ്പാക്കുന്നതിനും സംഘർഷബാധിത മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരെ സഹായിക്കുന്നതിനും സമഗ്രമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇന്നലെ രാത്രിയുണ്ടായ വ്യോമാക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ മിസൈൽ ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേലിലും ദുബായിലും കുവൈറ്റിലും പ്രതിരോധം ശക്തമാക്കി. അതിനിടെ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ നൽകിയ സമയപരിധി ലംഘിച്ചാൽ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ അന്ത്യശാസനം നിരസിച്ച ഇറാൻ സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്ന് വ്യക്തമാക്കി. ഇന്ത്യയുടെ LPG ടാങ്കർ ഗ്രീൻ ആശ ഹോർമുസ് കടലിടുക്ക് കടന്ന് രാജ്യത്തേക്ക് യാത്ര തുടരുന്നു. സംഘർഷം രൂക്ഷമായതിനു ശേഷം ഈ തന്ത്രപ്രധാന ജലപാതയിലൂടെ കടന്നുപോകുന്ന 9ാമത്തെ ഇന്ത്യൻ കപ്പലാണിത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടയിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ച് എയർ ഇന്ത്യ. ന്യൂഡൽഹി ടെൽ അവീവ് റൂട്ടിലെ വിമാന സർവീസുകൾ മെയ് 31 വരെ നിർത്തിവെച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യേണ്ടവർക്ക് ലാൻഡ് ക്രോസിംഗുകൾ വഴി ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്ത് വഴി സഞ്ചരിക്കാമെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് ഈ മാസം 9-ന്. വോട്ടെണ്ണൽ മെയ് 4-ന്. സംസ്ഥാനത്ത് തിരക്കിട്ട പ്രചാരണവുമായി മുന്നണികൾ. കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളുമായ അമിത്ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തുടങ്ങിയവർ പ്രചാരണത്തിൽ സജീവം. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 5 കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം ഊർജിതമാക്കിയതായും കേന്ദ്രം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്ന് അമേരിക്ക. ഒരു കാരണവശാലും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് വേനൽ ചൂടിന് കാഠിന്യമേറി. പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി.
IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.